വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ വൻ പൊട്ടിത്തെറി. പിന്നിൽ TTP എന്ന സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെയും ആരും തന്നെ ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ പൊട്ടിത്തെറിയിൽ 7 പേർ കൊല്ലപ്പെടുകയും 16 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ബൈബർ പ്രവിശ്യയിലാണ് സ്ഫോടനം നടന്നത്. സൗത്ത് ബാരിസ്ഥാൻ ജില്ലയിലെ വനയിൽ സ്ഥിതി ചെയ്യുന്ന സമാധാന കമ്മിറ്റി ഓഫീസ് മുൻപിലാണ് പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. തുടർന്ന് ഓഫീസ് കെട്ടിടം പൂർണ്ണമായും തകർന്നു വീഴുകയാണ് ചെയ്തത്. നിരവധി പേരാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും. ഇവരെ പുറത്തെടുത്തുകൊണ്ട് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും 7 പേരുടെ ജീവൻ രക്ഷിക്കാനായില്ല. ചികിത്സയിലുള്ള പലരുടെയും നില അതീവ ഗുരുതരമാണ്. ഇവിടെ പാകിസ്ഥാൻ ഈ തിരിച്ചടി അവരുടെ മിത്രങ്ങളിൽ നിന്നും കിട്ടിയതിൽ നല്ലതെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. സൗത്ത് ബസീറസ്ഥാൻ ജില്ലയുടെ ആസ്ഥാനമായ വനയിലെ ഒരു പ്രാദേശിക സമാധാന സമിതിയുടെ ഓഫീസിലാണ് ബോംബ് സ്ഫോടനം നടന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. സ്ഫോടനത്തിന് ശേഷം പരിക്കേറ്റ 16 പേരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിൽ 7 പേർ മരിച്ചതായും ആശുപത്രി അധികൃതർ അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സ്ഫോടനം വളരെ ശക്തമായതിനാൽ തന്നെ സമാധാന സമിതിയുടെ ഓഫീസ് കെട്ടിടം തകർന്നു വീണുവെന്നും നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. വിവരം ലഭിച്ച ഉടനെ തന്നെ രക്ഷാപ്രവർത്തകരും നാട്ടുകാരും സ്ഥലത്തെത്തി പരിക്കേറ്റവരെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുക്കാനുള്ള പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. സ്ഫോടനത്തിന് പിന്നാലെ ആ ഒരു സ്വഭാവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യത്തെക്കുറിച്ചോ ഇതുവരെയും ഔദ്യോഗികമായ ഒരു പ്രസ്താവനകളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. എന്നിരുന്നാലും പോലീസും സുരക്ഷാ ഏജൻസിയും പ്രദേശം വളഞ്ഞുകൊണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്ഫോടന സ്ഥലത്ത് നിന്ന് തെളിവുകൾ ശേഖരിച്ചു വരികയാണ് എന്നും സ്ഫോടനത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്താൻ വിവിധ വശങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. 2022 നവംബറിൽ നിരോധിത ടെഹരിക് ഇ താലിബാൻ പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാർ തകർത്തതിനെ തുടർന്നുകൊണ്ട് പ്രത്യേകിച്ച് ആ ഒരു പ്രവിശ്യയിൽ ബലൂചിസ്ഥാൻ പ്രവിശ്യകളിൽ തീവ്രവാദ സംഭവങ്ങളിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഇന്ത്യയോട് മുട്ടാൻ നിൽക്കുന്ന പാകിസ്ഥാൻ ആകട്ടെ ഇപ്പോൾ അതീവ ഗുരുതരമായ അവസ്ഥയിലാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ കൂട്ടക്കുരുതിക്ക് വിട്ടുകൊടുക്കാൻ പോലും മടിയില്ലാത്തവർ തന്നെയാണ് ഇവർ എന്നുള്ളതിന്റെ വലിയൊരു തെളിവ് തന്നെയാണ് ഇവിടെ പ്രകടമായിരിക്കുന്നതും. അതേസമയം കഴിഞ്ഞ ദിവസമാണ് കാശ്മീരിൽ 26 പേരുടെ ജീവൻ പാകിസ്ഥാൻ തീവ്രവാദികൾ എടുത്തത്. അതിനെ തുടർന്നുകൊണ്ട് പാകിസ്ഥാൻ വലിയ ഭീഷണികളാണ് ഇന്ത്യക്ക് നേരെ ഉയർത്തിയതും. എന്നാൽ അതിലൊന്നും കാര്യമില്ല എന്ന് ഇന്ത്യ നല്ല ചുട്ട മറുപടി നൽകി ഒതുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ഈ വിഷയത്തിൽ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് പാകിസ്ഥാനിൽ പൊട്ടിത്തെറി നടക്കുന്നതും. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നടപടികൾ വീണ്ടും കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. അതേസമയം ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശുപാർശ പ്രകാരം 16 പാക് യൂട്യൂബ് ചാനലുകളാണ് നിരോധിച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുള്ള ബൈസൺ വാലിയിൽ നടന്ന അതിക്രൂരവും നിഷ്ഠൂരവുമായ ഭീകരാക്രമണത്തിന് ശേഷവും ഇന്ത്യക്കെതിരെയും ഇന്ത്യൻ സൈന്യത്തിനെതിരെയും വിവിധ സുരക്ഷാ ഏജൻസികൾക്കെതിരെയും പ്രകോപനകരമായ ഉള്ളടക്കം പങ്കുവയ്ക്കുന്ന പാക് യൂട്യൂബ് ചാനലുകളാണ് ഭാരതം വിലക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ സെൻസിറ്റീവായ വിഷയങ്ങളെ വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വിധത്തിലാണ് യൂട്യൂബ് ചാനലുകൾ അവതരിപ്പിച്ചിരിക്കുന്നതെന്നും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തെറ്റായ വിവരണങ്ങൾ നൽകുന്ന ഇത്തരം ചാനലുകളിൽ പ്രമുഖ പാക് വെബ്സൈറ്റുകളുടെ ചാനലുകളുമുണ്ട്. ഡവൺ ന്യൂസ്, സമ TV, എയർ ന്യൂസ്, ജിയോ ന്യൂസ് എന്നിവയെ ഉൾപ്പെടെ തന്നെ ചാനലുകൾ നിരോധിക്കപ്പെട്ട 16 എണ്ണത്തിൽ ഉൾപ്പെടുന്നവയാണ്. ഇവയിൽ പലതും 1.96 മില്യൺ, അതുപോലെ തന്നെ 12.7 മില്യൺ, 14 മില്യൺ, 18 മില്യൺ എന്നിങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകളാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.